പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം നിലച്ചതിനെതിരെ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആശുപത്രിയിൽ മതിയായ ഡോക്ടർമാരില്ലാത്തത് മൂലം ചികിത്സ തേടിയെത്തുന്ന രോഗികൾ വലിയ ദുരിതമാണ് നേരിടുന്നത്. ഇവിടെ ഈ ഡോക്ടർ ഇവിടെ ടൈം കഴിവോളം ഇവിടെ ഉണ്ടാവണം. എന്നാലും ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. നാളെ ഇവിടെ ഇതുപോലെ ഡോക്ടർ ഇല്ലാച്ചാൽ നാളെ ഇരിക്കും. വേറെ മാർഗമില്ല. ആൾക്കാർ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്ന ഒരു പണിയാണ്. അതൊന്നും ഇപ്പം കൂട്ടിവെക്കാൻ പറ്റില്ല. സാധാരണയായി 2 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകേണ്ട ഈ ആരോഗ്യ കേന്ദ്രത്തിലെ മുൻപുണ്ടായിരുന്ന 2 ഡോക്ടർമാർ സ്ഥലം മാറി പോവുകയും പുതിയതായി ചുമതലയേറ്റ ഡോക്ടർ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തതാണ് പ്രതിസന്ധിക്ക് കാരണം. നിലവിൽ വെള്ളിനേഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ താൽക്കാലിക സേവനം മാത്രമാണ് ഇവിടെയുള്ളത്. ഈ ഡോക്ടർ കുത്തിവയ്പ്പിനോ മറ്റാവശ്യങ്ങൾക്കോ പുറത്തു പോകുമ്പോൾ ആശുപത്രി പൂർണ്ണമായും ഡോക്ടർ ഇല്ലാത്ത അവസ്ഥയിലാകുന്നു. ഡോക്ടർ ലീവാണ്. ഡോക്ടർ പോവാൻ നിൽക്കുന്നു. അവിടെ എഴുതി വെച്ചൊന്നും OP ഇല്ല എന്നുള്ളത് ഇല്ല. ഡോക്ടറിന്റെ സമയം വരെ ഡോക്ടർ ഇവിടെ ഇരിക്കണം. പേഷ്യന്റ് ഇല്ല ഇവിടെ. മേഡം, വാട്സപ്പില് ഇന്ന് ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ പിന്നെ സാധാരണഗതിയിൽ ആളുകൾ വരുമോ? നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സേവനം വാട്സപ്പില് വിവരം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ആയിരിക്കും അതൊക്കെ അവര് സാധു. അവർക്ക് ലീവ് എടുക്കണമെങ്കിൽ അവർക്ക് ലീവ് എടുക്കണ്ടേ. അവരുടെ കുറ്റമൊന്നുമില്ല. നിങ്ങളുടേത് എന്തൊരു സിസ്റ്റമാണ്. ഇവിടെ 2 ഡോക്ടർ വേണം. ഇവിടെ 2 ഡോക്ടർ ഇല്ലെച്ചാൽ ഈ ഹോസ്പിറ്റൽ ഞങ്ങൾ പൂട്ടും എന്ന് പറഞ്ഞാൽ പൂട്ടും. അതിനൊരു സംശയമില്ല. പിന്നെ ഇത് വാട്സാപ്പിൽ പ്രചരിപ്പിക്കാൻ ഇവിടെ 5-6 ആൾ വേണ്ട. അതിനിവിടെ ശമ്പളം കൊടുക്കുക. ഇതൊക്കെ ഞങ്ങളുടെ കാശല്ലേ നാട്ടുകാരുടെ. അതിനും കാശില്ല ഈ നാട്ടില്. അത്രേ ഉള്ളൂ. ആരോഗ്യ വകുപ്പിനോട് പറയൂ, നിങ്ങൾ ഡയറക്ടറോട് പറയൂ, മന്ത്രിയോട് പറയൂ. അവരെന്താ ചെയ്യുന്നത്? വിടുവായുത്തം പറഞ്ഞ് നടക്കില്ലേ? പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ സമരക്കാരുമായി ഫോണിൽ ബന്ധപ്പെടുകയും അടുത്ത ദിവസം മുതൽ ആശുപത്രിയിൽ സ്ഥിരമായി ഡോക്ടറുടെ സേവനം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ DMOയുടെ വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഏരിയ സെക്രട്ടറി K ജയദേവനും മുന്നറിയിപ്പ് നൽകി. ഏറെ ദിവസങ്ങളായിട്ട് ഇവിടെ ഡോക്ടർ ഇല്ലാത്തൊരു പ്രശ്നം നേരിടുന്നുണ്ട്. ഇത്രയും സൗകര്യങ്ങളുള്ള കെട്ടിടവും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും മതിയാവണ്ണം ഡോക്ടറുടെ സേവനം ലഭിക്കാത്തൊരു സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ട്. രോഗികൾ വന്ന് തിരിച്ചു പോകുന്ന സ്ഥിതിയുണ്ട്. അത്തരത്തിൽ ഈ ഒരു സ്ഥിതിക്ക് അറുതി വരുത്തണം എന്നുള്ളതാണ് CPIM എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ DMOയോ മറ്റ് അധികാരികളോ ഉദ്യോഗസ്ഥരോ ആരാണെന്ന് വെച്ചാൽ അവരെത്തി ഒരു ചർച്ച നടത്തി ആ ചർച്ചയിൽ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുന്നത് വരെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPIM എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഈ ഹോസ്പിറ്റൽ ഉപരോധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. DMOയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. DMOയായിട്ട് അവർ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. DMOയായിട്ട് ഞങ്ങൾ ബന്ധപ്പെടേണ്ട കാര്യമില്ലല്ലോ. കാരണം അതല്ല അവർ ചെയ്യേണ്ടതാണ്. ഞങ്ങളിവിടെ രാവിലെ വന്നപ്പോഴാണ് ഇവിടെ ഡോക്ടറില്ല. വാട്സാപ്പിൽ കൂടെ വിവരം കൊടുക്കുകയാണ് ഇന്ന് OP ഉണ്ടാവില്ല എന്നുള്ളത്. അതാണിപ്പോൾ ഇവിടെ 5-8 ഉദ്യോഗസ്ഥരിരുന്നിട്ട് ചെയ്യുന്ന ഒരു സേവനം. അതിനാണിപ്പോൾ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാർ. ഇന്ന് നിങ്ങളെ ഉള്ളിൽ കയറി നോക്കി നോക്കും, 5-8 ആളുകളുണ്ടാവും. അവർ ഇന്നത്തെ ജോലി എന്താണ്? വാട്സാപ്പിൽ ഇവിടെ ഇന്ന് ഒന്നുമില്ല എന്നറിയിക്കാം. അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ടതാണ്. അല്ലാണ്ട് സമരം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല. ഇവിടെ വന്നപ്പോൾ ഡോക്ടറില്ല. ഇതിനു വേണ്ടി ഇവിടെ ആൾ ആവശ്യമില്ല. എന്നാൽ ഈ സർക്കാർ ഈ സംവിധാനം അതൊക്കെ എടുത്തുകൊണ്ടായിക്കോട്ടെ. എന്തിനാണ് ഈ സ്ഥലം, ഈ കെട്ടിടം, ഇത്രയും എത്ര ചെലവുണ്ട് ഒരു ദിവസം ഈ ഒരു സ്ഥാപനം റൺ ചെയ്യാൻ? അത് വേണ്ട. അതുകൊണ്ട് DMOനെ ഞങ്ങൾ വിളിക്കുന്ന കാര്യമൊന്നുമില്ല. അവര് വരും, അവര് വരണം, അത്രയുള്ളൂ. CCN കടമ്പഴിപ്പുറം.